ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫാത്തിമ അജ്മൽ വ്ലോഗ്സ്. ഇന്ന് ഞാൻ പുതിയൊരു ഐറ്റം ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഐറ്റം പുറം രാജ്യത്തും നമ്മുടെ ഇന്ത്യയിലും പ്രത്യേകിച്ച് നോർത്തേൺ സൈഡിലും ഏറ്റവും ഇഷ്ടമായൊരു ഭക്ഷണ താരമാണ് കേട്ടോ ആലു പൊറോട്ട. വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ. അപ്പൊ എങ്ങനെ തുടങ്ങാല്ലേ? ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ഏകദേശം നമുക്ക് ഒരു ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന രീതിയിൽ തന്നെ കുഴച്ചെടുത്തു കേട്ടോ മാവ്. ഇഷ്ടമുള്ള മാവ് എടുക്കാട്ടോ, ഗോതമ്പ് മാവോ മൈദ മാവോ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം അതെടുക്കാട്ടോ. നമ്മൾ നന്നായിട്ട് മാവ് കുഴച്ച് ഇതേപോലെ ഒരുപാട് കട്ടിയാവരുത്, ഒരുപാട് ലൂസ് ആവരുത്. ഈ ഒരു പരുവത്തിൽ നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന രീതിയിൽ കുഴച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി മാവ് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇതിലേക്കുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം. അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ശേഷം ഇനി നമ്മൾക്ക് വേണ്ടത് ഒരു കറിവേപ്പില കേട്ടോ. കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. ഇനി 1 സ്പൂൺ പെരുംജീരകം അതും കൂടി ഇട്ട് നമ്മുടെ ഫില്ലിങ്സിനെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി വഴറ്റി എടുക്കാം. ഇനി നമുക്ക് പൊടി ഐറ്റംസ് ഇട്ട് കൊടുത്താലോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് ഇനി ഇളക്കി ആ ഉള്ളിയിലെല്ലാം പിടിച്ചു വരുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ശേഷം കുറച്ച് മുളക് പൊടി. എരി എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ അതിനാവശ്യത്തിന് നമുക്ക് മുളക് പൊടി ചേർക്കാവുന്നതാണ് കേട്ടോ. നന്നായിട്ട് വഴണ്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ച് പൊട്ടറ്റോ എടുക്കാം, പുഴുങ്ങി എടുക്കാം. ഞാൻ ഇത് ഉപ്പിട്ട് പുഴുങ്ങിയ പൊട്ടറ്റോ കേട്ടോ. അത് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇനി വഴറ്റി വെച്ചിരിക്കുന്ന ആ ഉള്ളിയിലേക്ക് ഈ പൊട്ടറ്റോയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതാട്ടോ ഈ ഡിഷിലെ മെയിൻ താരം. ഞാൻ പൊട്ടറ്റോ ഉപ്പിട്ടാട്ടോ വേവിച്ചത്. അതുകൊണ്ട് ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ലാസ്റ്റ് വേണമെങ്കിൽ മാത്രം കുറച്ചും കൂടി ഉപ്പ് ചേർക്കാട്ടോ. ഞാനിവിടെ ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പ് ചേർത്തു. ഇനി നമുക്ക് തയ്യാറായ ഫില്ലിങ്സ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മാവ് ഇനി എടുക്കാം. ഇതേപോലെ ബോളുകളാക്കി എടുക്കാം. മാവെല്ലാം ഞാൻ ബോളാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചപ്പാത്തിക്ക് എങ്ങനെയാണോ പരത്തുന്നത് അതുപോലെ ചെറുതായി ഇതുപോലെ പരത്തി കൊടുക്കാം. ശേഷം നമ്മുടെ ഫില്ലിങ്സും ഒരു ബോൾ പോലാക്കിയിട്ട് അതിൻ്റെ അകത്ത് വെച്ച് ഈ ചെയ്യുന്നത് പോലെ കറക്റ്റ് അതിൻ്റെ അകത്ത് വെച്ച് സെറ്റാക്കിയിട്ട് റൗണ്ടാക്കി എടുക്കാം. ഇനി ഇതിനെ നമുക്ക് പരത്തിയെടുക്കാം. വളരെ സിമ്പിളാട്ടോ പുള്ളിക്കാരനെ തയ്യാറാക്കുന്നത്. ചപ്പാത്തിക്ക് നമ്മൾ എങ്ങനെയാണോ പരത്തുന്നത് അതുപോലെ തന്നെ കേട്ടോ. ഒരു വ്യത്യാസം ആ ഫില്ലിങ്സ് ചേർത്ത് പരത്തുന്നതിൽ മാത്രമാണ്. ബാക്കിയെല്ലാം സെയിം ടു സെയിം ആട്ടോ. ഞാനത് നന്നായി ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കി മാവും കൂടി അതുപോലെ സെറ്റാക്കി പരത്തിയെടുക്കാം കേട്ടോ. ഒരെണ്ണം കൂടെ നോക്കിക്കോട്ടോ. നമ്മൾ റൗണ്ടാക്കിയ ചപ്പാത്തിയിലേക്ക് നമ്മുടെ ഫില്ലിങ്സിനെ വെച്ച് കൊടുക്കുക. അത് വീണ്ടും റൗണ്ടാക്കുക, പരത്തിയെടുക്കുക. സെറ്റായി കേട്ടോ. എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഫ്രൈങ് പാനിലേക്ക് നമ്മുടെ ചപ്പാത്തി കുട്ടനെ അങ്ങോട്ട് ഇടുക, മറിച്ചിടുക, തിരിച്ചിടുക, നന്നായിട്ട് വേവിച്ചെടുക്കുക. തീർന്നു കേട്ടോ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ഡിഷാട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആണെന്നേ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കൂ കൂട്ടുകാരെ. ലവ് യു ഓൾ. ബൈ ബൈ.